നോട്ടുവെക്കുന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് പാർവതി ജനങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായി ഇടം നേടിയത്. പിന്നീട് അന്യഭാഷകളിലും അവർ അഭിനയിച്ചു. സിനിമാ രംഗത്ത് സജീവമായ പാർവതി മലയാളത്തിൽ എന്നു നിന്റെ മൊയ്തീൻ, ഉയരെ, ടേക്ക് ഓഫ് തുടങ്ങിയ മലയാള സിനിമകളിലെ പാർവതിയുടെ പ്രകടനം വലിയ രീതിയിൽ കയ്യടി നേടിയിരുന്നു. ഏറ്റവും ഒടുവിലിറങ്ങിയ ഉള്ളൊഴുക്കെന്ന ചിത്രത്തിലും മികച്ച പ്രകടനമായിരുന്നു പാർവതി കാഴ്ചവെച്ചത്. ഒരു സിനിമയുടെ എല്ലാ വർക്കും കഴിഞ്ഞതിനു ശേഷം അതിൽ നിന്നും തന്റെ സീനുകൾ കട്ടായി പോയാലും ഒരു പ്രശ്നമില്ലെന്നാണ് പാർവതി പറയുന്നത്. സിനിമയുടെ ഫൈനൽ ആകുന്നത് എന്താണ് തന്റെ ബിസിനസ് അല്ലെന്നും അതെല്ലാം ഫിലിം മേക്കർ നോക്കേണ്ട കാര്യമാണെന്നും പാർവതി പറഞ്ഞു. കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ ആ റിയാലിറ്റി താൻ അറിഞ്ഞു കഴിഞ്ഞെന്നും ഒരു നടിയെന്ന നിലയിൽ അത് മാത്രമേ ആവശ്യമുള്ളൂവെന്നും പാർവതി പറഞ്ഞു. ഫിലിം സ്റ്റോറിയോട് സംസാരിക്കുകയായിരുന്നു പാർവതി. എഡിറ്റിംഗും പോസ്റ്റ് പ്രൊഡക്ഷനുമൊക്കെ കഴിഞ്ഞ് പടം മുഴുവനായി പുറത്തിറങ്ങുമ്പോൾ അതിൽ എന്തുണ്ടെന്നും ഏതാണെന്നും എന്റെ ബിസിനസ് അല്ല, അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അത് സിനിമാ സംവിധായകന്റെ മാത്രം വിഷയമാണ്. പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി ചേർന്നിട്ട് ഇത് പറഞ്ഞാൽ മതി, ഇത്രയും അറിഞ്ഞാൽ മതി ആളുകൾ എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് കുറയുന്നില്ല. അതുകൊണ്ട് അവസാനം എന്റെ സീൻ കട്ടായാലും ഞാൻ ശരിയാണ്. കാരണം എന്റെ റിയാലിറ്റിയിൽ കഥാപാത്രമായി ഞാനത് അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ മാത്രം രഹസ്യമായി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. അത് വന്നാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. അഭിനയിക്കുക, എൻജോയ് ചെയ്യുക, പിന്നെ അതിനെ വെറുതെ വിടുക, പാർവതി പറയുന്നു.